ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീടിന് പറയുകയാണെങ്കിൽ നമ്മൾ മഷ്റൂം കറിയാണെന്ന് ഉണ്ടാക്കാൻ പോകണം. സോ അതിനായിട്ട് നമ്മൾ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്, പാക്കറ്റിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊരു പാത്രത്തേക്ക് അതിലിട്ട ശേഷം നന്നായിട്ട് കഴുകിയിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നന്നായിട്ട് ഇട്ട ശേഷം നമുക്ക് അതിലേക്ക് പെരിയും ജീരകം ഇട്ട് കൊടുക്കാം. അതിൻ്റെ അതിലേക്ക് കുറച്ച് കരിവേപ്പില, പിന്നെ നമുക്ക് കുറച്ച് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നമുക്ക് അത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഉള്ളിയുടെ മണം വരുന്നത്. എൻ്റെ ഇലയ്ക്ക് നമുക്ക് മഷ്റൂം കഴുകി നന്നായിട്ട് ഇങ്ങനെ വെട്ടി വെച്ചിരിക്കുന്നതിലേക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ ഇലയ്ക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് ലേശം ഗരം മസാല ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ലേശം നമ്മൾ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ കുറച്ച് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്താൽ ശേഷം നമുക്ക് അതിലേക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ മഷ്റൂം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ മഷ്റൂം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ എല്ലാത്തിലും വെച്ച് തിന്നാൻ പറ്റുന്നൊരു കിടിലൻ കറിയാണിത്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് ലേശം കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ മഷ്റൂം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഉപ്പൊക്കെ നോക്കാം. ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടില്ലെങ്കിൽ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില തൂറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളത് നമ്മൾ അന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലും നമ്മൾ പുതിയ വീഡിയോ നിങ്ങൾക്ക് എത്തത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.